സിനിമാ മേഖലയിൽ വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്ന് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളും അതിനെ തുടർന്ന് 2 രാജിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് സംവിധായകൻ രഞ്ജിത്തിന് ഒഴിയേണ്ടി വന്നിരിക്കുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖും തെറിച്ചിരിക്കുന്നു. ഏതായാലും നമ്മളോടൊപ്പം ഇപ്പോൾ വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണുവിനൊപ്പം ധർമ്മജൻ ബോൾഗാട്ടി ഉണ്ട്. വിഷ്ണു, എന്താണ് ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഈ വീശുന്ന ഈ പുതിയ കൊടുങ്കാറ്റിനെ കുറിച്ച് ധർമ്മജൻ ബോൾഗാട്ടിക്ക് പറയാനുള്ളത്? 2 രാജികളാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ അല്ലെങ്കിൽ കീ പോസ്റ്റിലിരുന്ന 2 പേരുടെ രാജിയാണ്. അതിൽ സിദ്ദിഖ് അമ്മയെ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ധർമ്മജൻ ബോൾഗാട്ടി അതിൽ അംഗമാണ്. സിദ്ദിഖുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. എങ്ങനെയാണ് ഈ രാജി? വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണോ? ഞെട്ടലല്ല, അതൊരു മാന്യതയാണ്. ഒരു ആരോപണ വിധേയനാകുക, അദ്ദേഹം അത് രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാന്യമായ പ്രവൃത്തിയാണ്. എനിക്ക് വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളാണ് സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ. അപ്പോൾ അത് ഒരു മാന്യത ഉള്ള പ്രവൃത്തിയാണ്. അത് ഒരുപാട് ആൾക്കാർ കാണിച്ചിട്ടുള്ള ഒരു പ്രവണതയാണ്. കരുണാകരനും ഒക്കെ കാണിച്ചിട്ടുണ്ട് പണ്ട്. അതുപോലുള്ളൊരു നടപടിയാണ് പുള്ളിയുടെ ഭാഗത്തുനിന്നുള്ളത്. അത് നല്ലതല്ലേ? എനിക്ക് സിദ്ദിഖിനോട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം രാജിവെച്ചു. എന്തൊക്കെയോ ആരോപണങ്ങളുണ്ടായിട്ടും നിങ്ങൾ രാജിവെക്കില്ല എന്ന് പറയുന്ന എന്തോരം ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് സിദ്ദിഖ അത് രാജിവെച്ചിട്ട് അന്വേഷണം നേരിടാൻ തയ്യാറായി. അമ്മയിലെ പോലും അംഗങ്ങൾ, അതായത് ഇത് അമ്മയിലെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും അന്വേഷണം നേരിടണം, ശിക്ഷിക്കപ്പെടണം. അന്വേഷണം വന്നാൽ അത് പറഞ്ഞ ആൾക്കാരാണ് അമ്മയിലെ ആൾക്കാർ. അമ്മയിലെ ആൾക്കാരൊന്നും മോശക്കാരും കാര്യങ്ങളൊന്നുമല്ല. അമ്മയിലെ ആൾക്കാർ തിരഞ്ഞെടുത്ത ജനറൽ സെക്രട്ടറിയാണ് സിദ്ദിഖ. അത് മറക്കാതിരിക്കുകയാണ്. അല്ലാണ്ട് വെറുതെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അല്ല, അമ്മയിലെ ആൾക്കാർ വോട്ട് ചെയ്ത് ജനറൽ സെക്രട്ടറി ആക്കിയതാണ്. അപ്പം അമ്മയിൽ ഇത്രയും സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഞങ്ങളെ കൂടി വോട്ട് ചെയ്തിട്ടല്ലേ ഇവരെ ജയിപ്പിച്ചതൊക്കെ. അങ്ങനത്തെ ഒരു ആരോപണമാണത്. ഇതിൻ്റെ പേര് ആരോപണം എന്നാണ്. ഇത് തെളിയിക്കപ്പെടേണ്ടത് രണ്ടാമത്തെ കാര്യമാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ സിദ്ദിഖുമായി സംസാരിച്ചിരുന്നോ? ഫോണിൽ സംസാരിക്കുക അങ്ങനെ ഈ വിഷയമായിട്ടല്ലേ ഞങ്ങൾ തമാശ പറയാനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടെന്നല്ലാതെ ഇങ്ങനത്തെ വിഷയത്തിൽ വിളിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ നോക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ ആരോപണം ആർക്കെതിരെയും പറയാം, തെളിയിക്കപ്പെടണം. അവർക്ക് കുടുംബമുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഒരുപാട് ബന്ധുക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട് ഒക്കെ ഇല്ലേ. അപ്പോൾ വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഈ സംവിധായകൻ രഞ്ജിത്തും ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. ഗുരുതരമായ ഒരു ആരോപണം. അക്കാഡമിക് സ്ഥാനത്ത് നിന്നാണ് രാജിവെച്ചിരിക്കുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. 2 പേരുടെ പ്രധാനപ്പെട്ട രാജി മലയാള സിനിമയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു സമ്പ്രദായം. രഞ്ജിത്ത് സാറ് എൻ്റെ രാഷ്ട്രീയത്തിന് എതിർ രാഷ്ട്രീയമുള്ള ഒരാളാണ്. ഞാൻ വേറെ രാഷ്ട്രീയമാണ്, പുള്ളി വേറെ രാഷ്ട്രീയമാണ്. പക്ഷേ പുള്ളി ഈ ചെയ്തത്, ഈ സിദ്ദിഖ ചെയ്ത പോലെ നല്ല കാര്യമാണ് ചെയ്തത്. മാറി എന്നിട്ട് അന്വേഷണം ആകട്ടെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ വരും എന്നുള്ളത് പിന്നെ കാണാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പരാതികൾ സ്ത്രീകൾ ഉന്നയിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം തന്നെയാണോ ധർമ്മജൻ? അങ്ങനെ ഒരു പീഡിപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ആയിരിക്കുള്ളൂ. അത് അങ്ങനെ വേണമല്ലോ. അങ്ങനെ അവർക്കൊപ്പം നിൽക്കണം. അല്ല, എല്ലാവരും, ഈ അമ്മയിലുള്ളവരാണെങ്കിലും ജനങ്ങളും എല്ലാവരും അവർക്കൊപ്പം തന്നെ ആയിരിക്കുള്ളൂ. അത് ഞാൻ മാത്രമായിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമാണ്. ആ മോശമാണെന്ന് തന്നെ അഭിപ്രായമുള്ളതാണ്. അത് പോലീസ് കേസെടുക്കുക, കാര്യങ്ങളൊക്കെ പിന്നെയുള്ളതാണ്. പിന്നെ അമ്മയിൽ അമ്മ എന്ന സംഘടന എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്. ഞങ്ങളെ മോശക്കാരായിട്ട് എല്ലാവരെയും കൂടി കാണരുത്, ദൈവത്തോർത്ത്. ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയും കൂടിയാണെന്നുള്ളത് അല്ല. ഇപ്പോൾ ഒരു ആൾക്കാരുടെ ഇടയിലുള്ളൊരു
ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്നൊക്കെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെയല്ല അമ്മ ഒരുപാട് നല്ല സംഭവങ്ങൾ ചെയ്യുന്ന. ശരി, ഇപ്പോഴുണ്ടായിരിക്കുന്ന രണ്ട് രാജി, അതിൽ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ധർമ്മജൻ പറയുന്നത് ഈ രണ്ട് രാജിയും വലിയ കാര്യമായി, വലിയ അഭിമാനം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ആരോപണം ഉന്നയിച്ച ഉടൻ തന്നെ സ്വമേധയാ രാജിവെച്ച് സ്ഥാനമൊഴിയാൻ ഈ രണ്ടുപേർ കാണിച്ചത് വലിയ കാര്യമാണ് എന്നാണ് ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞത്. അമ്മ എന്ന സംഘടനയെ അങ്ങനെ പൂർണ്ണമായി വെറുക്കുകയോ അതിനകത്തുള്ള അംഗങ്ങളെ പൂർണ്ണമായി ജനങ്ങൾ വെറുക്കുകയോ ചെയ്യരുത്. കുറേ നല്ല കാര്യങ്ങൾ കൂടി ചെയ്യുന്ന സംഘടനയാണ് അമ്മ എന്നാണ് ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രതികരണം ഇപ്പോൾ നമ്മൾ കണ്ടത്.